ഹലോ, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ കുറേ നാളായിട്ട് ഈ വലിയ വീഡിയോസൊന്നും അങ്ങനെ എടുക്കാറൊന്നുമില്ല കേട്ടോ. കുറേ മുന്നേക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ വലിയ വീഡിയോസൊന്നും ചെയ്യാറില്ല. അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ ക്യാമറ എവിടെ വെക്കണം എന്നുള്ളത് ഒരു വലിയൊരു പ്രശ്നമാണ്. ഞാൻ എടുക്കുന്നത് ഒരു രീതി ചെയ്ത് എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും വേറൊരു രീതിയിലൊക്കെ ആയിപ്പോയി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണേ. ഈ ക്രിസ്മസ് അല്ലാണ്ട് ഒരു ദിവസം തന്നെ ഇത്രയും അധികം ബർത്ത്ഡേ കേക്കൊക്കെ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ സ്പഞ്ചൊക്കെ തലേന്നേ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തലേന്നല്ല, തലേന്നും ആ ദിവസവും ഒക്കെ കൂടി ചേർത്തിട്ട് ഞാൻ ഉണ്ടാക്കിയായിരുന്നു. ഏതാണ്ട് 10 കിലോയ്ക്ക് കൂടുതലുണ്ടായിരുന്നു ഓർഡർ. അപ്പോൾ സ്പഞ്ചൊക്കെ നേരത്തെ വെച്ചിരുന്നു. അടുത്ത ദിവസമാണ് ബർത്ത്ഡേ ആയിരുന്നുവെങ്കിലും ഈ ഫോട്ടോ ഷൂട്ടിൻ്റെയൊക്കെ ഒരു കാര്യമുള്ളത് കൊണ്ട് തന്നെ അതിൽ 2 കേക്ക് തലേ ദിവസത്തേക്ക് മാറ്റി ഒരു ആനിവേഴ്സറി കേക്ക് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ 3 കേക്കായിരുന്നു ഇന്ന് ഉണ്ടായിരുന്നത്. അതിൽ ഒരെണ്ണം ഒരു സ്മാഷ് കേക്കാണ്, കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് എടുത്തതായിരുന്നു. അപ്പോൾ ഇതിൽ ഒരെണ്ണം മാഞ്ചോ ഫ്ലേവറും ഒരെണ്ണം ബ്ലാക്ക് ഫോറസ്റ്റും ഒരെണ്ണം റഫല്ലോ ആയിരുന്നു. വന്ന ഓർഡറിൽ കൂടുതലും കസ്റ്റമൈസ്ഡ് കേക്കാണ്, കസ്റ്റമർ തന്നെ ഡിസൈനൊക്കെ പറഞ്ഞിട്ടുള്ള ഓർഡർ തന്നെയായിരുന്നു. അപ്പോൾ അതിൽ ഒരെണ്ണം ക്രിസ് ക്രോസ് ആണ്, നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് മൂവിങ് ആയിട്ടുള്ള കേക്കായിരുന്നു. അപ്പോൾ ഞാനത് ചെയ്തിരിക്കുന്ന 5.5 ഇഞ്ചാണ്. എൻ്റെ കയ്യിലുള്ള ഏറ്റവും ചെറിയ ടിൻ എന്നാണ്. 4 കഴിഞ്ഞിട്ട് ഉള്ള കയ്യിലുള്ളതിൽ ഏറ്റവും ചെറിയ ടിൻ എന്ന് പറയുന്നത് 5.5 ആണ്. അപ്പോൾ അതിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്രിസ് ക്രോസ് ആയതുകൊണ്ടാണ് ഞാൻ 3 ലെയറൊന്നും കൊടുത്തിട്ടില്ല, 2 ലെയറേ കൊടുത്തിട്ടുള്ളൂ. 2 ലെയറിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അങ്ങനെ 3 കേക്കും ചെയ്ത് മാറ്റി. അടുത്ത് വന്നിട്ടൊരു ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ റോസറ്റ നോസിൽ വെച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ ക്രം കോട്ട് ചെയ്തിട്ട് അധികം ക്രീമൊന്നും കേക്കിന് പുറത്ത് കൊടുത്തില്ല. ഒരുപാട് ക്രീം ആക്കണ്ടെന്ന് കരുതിയിട്ട് പുറത്ത് ക്രം കോട്ടൊക്കെ ചെയ്തിരിക്കുന്നത് വളരെ കുറച്ച് ക്രീം വെച്ചിട്ടായിരുന്നു. കുഞ്ഞിൻ്റെ ഡ്രസ്സിൻ്റെ കളറിൽ മാച്ച് ചെയ്യുന്ന കളറായിരുന്നു കേക്കിനും എടുത്തിരിക്കുന്നത്. പക്ഷേ സെയിം കളറായിരുന്നു. കുറച്ച് നാൾ മുന്നേ വാങ്ങിയൊരു കളറായിരുന്നു. അതും എൻ്റെ കയ്യിലുണ്ടായിരുന്നു. കൂടെ തികഞ്ഞില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് ഞാൻ വീണ്ടും ഒരു കളർ കൂടി വാങ്ങിയായിരുന്നു. പക്ഷേ ഈ 2 കളറും ക്രീമിലോട്ട് ചേർത്തപ്പോൾ നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു. ഒരെണ്ണം ചേർത്തപ്പോഴത്തേക്കും ഒരു ലൈറ്റ്, നമ്മളൊരു സ്കൈ ബ്ലൂവിൻ്റെയൊക്കെ ഒരു എന്താ പറയുക, ഒരു തരം ബ്ലൂവും പിന്നെ വന്നിട്ട് ഈ കളറായിരുന്നു. പക്ഷെ രണ്ടും ഒരേ കളറായിരുന്നു. ക്രീമിലോട്ട് ചേർത്തപ്പോഴത്തേക്കും രണ്ടും 2 കളറായി. പിന്നെ ഞാനതിൽ ഫ്രഷായിട്ട് വാങ്ങിയ പുതിയതായിട്ട് വാങ്ങിയ കളറായിരുന്നു അതിൽ ആഡ് ചെയ്തത്. ക്രിസ് ക്രോസ് ആയതുകൊണ്ട് തന്നെ 3 കളറെന്നല്ല 3 ഷെയ്ഡിലാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും താഴത്തേത് നല്ല ലൈറ്റ് കളറിലും പിന്നെ മുകളിലുള്ള 2 എണ്ണം കുറച്ചുകൂടി നല്ല ഡാർക്കായിട്ടാണ് കൊടുത്തത്. അപ്പോൾ ഫൈനൽ കോട്ടൊക്കെ കഴിഞ്ഞു. 3 കേക്കും മാറ്റി സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നേരത്തെ ക്രം കോട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന കേക്കിലോട്ട് ഇങ്ങനെ റോസറ്റ നോസിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത്. ഇതും 2 ഷെയ്ഡായിട്ടാണ് ചെയ്തേക്കുന്നത്. താഴെ വന്നിട്ട് ഒരു ലൈറ്റ് കളറും മുകളിലോട്ട് കുറച്ചുകൂടി ഡാർക്കായിട്ട്. അപ്പോൾ കുഞ്ഞിൻ്റെ ഡ്രസ്സ് സെയിം കളറായതുകൊണ്ട് തന്നെ അതുപോലെ ചെയ്താൽ മതിയെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്ത് അതും മാറ്റി. പിന്നെയുള്ളത് ഒരു ആനിവേഴ്സറി കേക്കായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ ഹാർട്ട് ഷേപ്പിലോട്ട് മാറ്റണമെന്നൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, റൗണ്ടായിട്ടാണ് ചെയ്തിരുന്നത്. പിന്നെ കരുതി അതൊന്ന് ഹാർട്ടിലോട്ട് മാറ്റിയാലോ എന്ന്, എപ്പോഴും റൗണ്ടിലല്ലേ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കസ്റ്റമർ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ലാത്തത് കൊണ്ടാണ് എങ്ങനെ വേണേലും ചെയ്യാമായിരുന്നു. അപ്പോൾ പിന്നെ ഞാനത് ആ റൗണ്ട് എന്നുള്ളത് മാറ്റിയിട്ട് ഹാർട്ട് ഷേപ്പിലോട്ട് കട്ട് ചെയ്ത് മാറ്റുമായിരുന്നു. അപ്പോൾ ഇത് വന്നിട്ട് ഒരു റഫല്ലോ ഫ്ലേവർ ആയതുകൊണ്ട് തന്നെ പുറത്ത് നമ്മുടെ ഡെസിഗ്നേറ്റഡ് കോക്കനട്ട് വെച്ചിട്ട് ഫുൾ കവർ ചെയ്ത് അതിൻ്റെ കൂടെ ഒരു റെഡ് റിബണും കൂടി വെച്ച് ടോപ്പർ മാത്രം കൊണ്ടാണ് സെറ്റ് ചെയ്തത്. അവസാനം ഫൈനലായിട്ട് നമ്മുടെ ക്രിസ് ക്രോസ് കൂടി സെറ്റ് ചെയ്തു. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല പേടിയുണ്ടായിരുന്നു, അതെല്ലാം ഇങ്ങനെ മറിഞ്ഞു വല്ലതും വീഴുമെന്നൊക്കെ ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയൊന്നും ഉണ്ടായില്ല. എടുത്ത് വെക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് അതിൻ്റെ മുകളിലൊന്ന് ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അത് പിന്നീട് വലിയ വൃത്തികേടായിട്ട് തോന്നാത്തത് കൊണ്ട് തന്നെ വീണ്ടും പണി ചെയ്ത് അതങ്ങ് ചീത്തയാക്കാൻ ഞാൻ നിന്നില്ല, അതിൽ തന്നെ അങ്ങ് സെറ്റ് ചെയ്തു. അപ്പോൾ കുറച്ച് ഫ്ലവേഴ്സും ജിപ്സം ഫ്ലവേഴ്സും ബട്ടർഫ്ലൈയും കൊണ്ട് മാത്രമേ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളൂ. ഫൈനൽ ലുക്ക് ഇതായിരുന്നു കേക്കിൻ്റെ ഫൈനൽ ലുക്സ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. ബൈ.